എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതിയോട് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അടുക്കിരിക്കണോ? ഷുവർ. ഇപ്പോൾ പകുതി കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ 7 കോടി രൂപ ബഡ്ജറ്റ് പടത്തിന് ഇടയ്ക്ക് വെച്ച് ഡബിളായി എന്നുള്ളൊരു ന്യൂസാണ് പല മാധ്യമങ്ങളും കാണാനിടയായി. കൃത്യമായി ഒരു മാസം മുമ്പ് തന്നെ 14 കോടി അടുത്ത് അല്ലെങ്കിൽ അതിന് മേളിൽ ഏകദേശം ഒരു 1 CR കൂടുതൽ ബഫർ ഇട്ടിട്ട് തന്നെയാണ് ബഡ്ജറ്റ് മുരളിച്ചേട്ടൻ്റെ അടുത്ത് പ്രസന്റ് ചെയ്തത്. ഈ പടത്തിന് ഇത്രയും ദിവസമാവും, 90 ദിവസം. ഇതിലിപ്പോൾ പിച്ച് ഡെക്കിൽ നമ്മൾ 85 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ 90 ദിവസമാവും. പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള സുനിൽ സിംഗിനും ഗിരീഷ് കൊടുങ്ങല്ലൂരും ഈ കാര്യം വ്യക്തമായി അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പ്രൊഡ്യൂസറിനെ അറിയിച്ച കാര്യമാണ്. ഒരു മാസം പോരെ നമുക്ക് ഈ പടം അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ചെയ്യേണ്ട, എൻ്റെ കയ്യിൽ ഇത്രയുമാണ് എന്ന് പറഞ്ഞു നിൽക്കാനായിട്ട്. ആള് എന്നെയും അഭിലാഷേട്ടനെയും കൂടി ദുബായിൽ എൻ്റെ അമ്മേൻ്റെ കെയർ ഓഫിലുള്ള കുറേ ആൾക്കാരെ പോയി കാണാനായിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, എടാ ഇത് വേണോ, ഇയാളെ പറ്റി അത്രയും നല്ല വെടിപ്പായിട്ടുള്ള എല്ലാം അറിയണമെന്നുള്ള കാര്യം അമ്മ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെ നമ്മൾ കൂടെ നിർത്തി. കാരണം അദ്ദേഹത്തിന് ഉണ്ടായ കഴിഞ്ഞ സിനിമയിൽ ഉണ്ടായ വലിയ വലിയ നഷ്ടങ്ങളും എന്നെ പറ്റിച്ച കുറേ ആൾക്കാരെ കണക്കും അന്നേരം നമ്മളെ പറഞ്ഞ് എന്താ പറയുക, ടോട്ടലി മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു എന്നെയും എൻ്റെ റൈറ്ററിനെയും. 7 കോടി ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സുമതി വളവ് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൃത്യമായി 14 കോടി 15 കോടിക്കുള്ളിൽ ഫസ്റ്റ് കോപ്പി ആവും എന്നുള്ള വ്യക്തമായ ധാരണ കൊടുത്തിട്ടാണ്. അതിനുള്ള തെളിവ് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തിങ്ക് സ്റ്റുഡിയോസിൽ പോയ കാര്യമൊക്കെ പറഞ്ഞു, എന്താ ഞാൻ പറഞ്ഞ പകുതി കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ പുള്ളിയുടെ ഒരു പരാതി ഇന്നലെ പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് സുമതി വളവ് ഇറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിനെ ഇതുവരെ റീച്ച് ഔട്ട് ചെയ്തില്ല എന്നുള്ളത്. സുമതി വളവ് റിലീസായതിനു ശേഷം ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രമാത്രം ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ, ഒരു PR ടീം, അതായത് നമ്മൾ പല ആൾക്കാരുടെയും ഒപ്പീനിയൻസ് മാനിക്കുന്നുണ്ട്. സുമതി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഫോഴ്സ്ഫുൾ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടി. അതിൻ്റെ എല്ലാം ഉത്തരം കുറച്ച് കഴിഞ്ഞാൽ അഭിലാഷേട്ടൻ അത് പറയുന്നതായിരിക്കും. താഴെ പോകേണ്ട പടം നമ്മൾ കേരളത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്ത് വീണ്ടും പൊക്കി കൊണ്ടുവന്ന് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ മുരളിച്ചേട്ടൻ കാണിച്ച വീഡിയോ തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ റവന്യൂ എത്രയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതിയോട് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുന്നത്? പിന്നെ എന്തിനാണ് സുമതി വളവ് മാത്രമല്ല, സെക്കൻഡല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയായിട്ട് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി. എൻ്റെയും ആ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ വൈറ്റ്ലയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു അഡ്വാൻസ് തരികയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ നിലവിലുള്ള പടത്തിൻ്റെ പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല ചേട്ടാ. അതായത് എനിക്ക് ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരം പുള്ളി ബാങ്ക് വഴി ഒരു 14-15 ഇടയിൽ ഒരു എമൗണ്ടാണ് എനിക്ക് ബാങ്ക് വഴി. അതിൽ പകുതിയും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആണ്. ഒരു പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആണ് പുള്ളി അതിൽ സാലറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. പ്രീ പ്രൊഡക്ഷന് നമുക്കൊരു താമസ കാര്യവും എല്ലാം പുള്ളിക്കാരൻ തന്നിരുന്നു. ഏകദേശം 6 മാസത്തോളം അതിന് മേളിൽ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ പ്രൊഡക്ഷൻ ആദ്യം സുമതി വളവിന് മാത്രമായിരുന്നില്ല, ജിംഗിൾ ബെൽസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം ഉണ്ടായിരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരികയായിരുന്നു ചെയ്തത്. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ കാറോ 2 പടമായി ഞാൻ ഇപ്പോഴും ഒരു ബൈക്കും ഊബറും പിടിച്ചിട്ടാണ് ഇപ്പോഴും വരുന്നത്. സാമ്പത്തികമായി വളരെ ഒന്നും നേടിയിട്ടില്ല സിനിമയിൽ സത്യം പറഞ്ഞാൽ. ഇപ്പൊ കുറച്ച് ചീത്ത പേരും ആൾക്കാരുടെ മുമ്പിൽ കള്ളെന്നുള്ളൊരു അഡ്രസ്സ്. സിനിമ അറിയാത്ത പ്രൊഡ്യൂസർമാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ കൂടുതൽ അതിനെ പറ്റി ഇപ്പോൾ കമന്റ് ചെയ്യുന്നില്ല. സിനിമ അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് എൻ്റെ കഴിഞ്ഞ 2 പടത്തിലുണ്ട്.
അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ഇതും തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. വൺ സൈഡ് ആയിട്ടുള്ള ന്യൂസിന് ഒന്നും വലിയ പ്രസക്തി കൊടുക്കരുത്. രണ്ട് സൈഡും എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാനിത് എല്ലാ മീഡിയാസിനോടല്ല, ജെനുവനായി നിന്ന മീഡിയാസിനെയും ഇതിനിടയ്ക്ക് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ എൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തമിഴിൽ പോയിട്ടുണ്ടായിരുന്നു. തന്ത്ര ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്സിന്റെ പ്രൊഡക്ഷന്റെ കീഴിലാണ്. ശരി, അതിലേക്ക് ഞാൻ പിന്നെ വരാം. അല്ല, അത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. അത് ഇല്ല ചേട്ടാ, ഇത് ചേട്ടാ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അത് വിജീഷോട് സംസാരിച്ചിട്ട് പറയാം.